നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂരിൽ കുടിവെള്ളത്തിനായി ജനപ്രതിനിധികൾ തെരുവിലേക്ക്. വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു. വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ ചർച്ചയായി. വരന്തരപ്പള്ളി വ്യാപാരി ഏകോപന സമിതി യൂണിറ്റ് സമ്മേളനം നടന്നു. ആമ്പല്ലൂർ വെണ്ടൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് പരിക്ക്. കൊടകരയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച. 20,000 പേർക്ക് നേർച്ച ഊട്ടൊരുങ്ങുന്നു. വിവാഹ സീസണിൽ ആശങ്ക കൂട്ടി സ്വർണ്ണവില. പവന് വർദ്ധിച്ചത് 1680 രൂപ. ഇരുട്ടിലാവില്ല കേരളം. വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. നിയന്ത്രണങ്ങൾ ഇനി വേണ്ടെന്ന് KECB. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകുന്നില്ലെന്ന് ആരോപിച്ചാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഉപരോധം നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലായിരുന്നു സമരം. കുടിവെള്ള പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി ഭരണസമിതി ആരോപിച്ചു. പുതിയ ഭരണസമിതിയെ പൊതുജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കാൻ ഉദ്യോഗസ്ഥർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, മെമ്പർമാരായ സിബി ചെറുപറമ്പിൽ, അക്ഷയ് സന്തോഷ്, നൂർജഹാൻ നവാസ്, സിജി രാജേഷ്, ശ്രീജ ടീച്ചർ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാക്കളായ TM ചന്ദ്രൻ, മോളി തോമസ്, നൈജോ ആൻഡോ, ജെയിംസ് മാഷ്, ഹരിദാസ് ചുക്കത്തി എന്നിവരും ഉപരോധത്തിന് നേതൃത്വം നൽകി. അവർക്ക് വേണ്ടി എല്ലാവരും കൊണ്ടുവരാനുള്ള പകരമാണ് നമ്മൾ തന്നെ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കണേ. ഒരാൾക്ക് വേണ്ടിയല്ലല്ലോ നമ്മൾ സംസാരിക്കണേ. അപ്പൊ ഈ രീതിയിലുള്ള ഇപ്പൊ ഞങ്ങൾ ഈ മോനോടിയും മാങ്ങുറ്റിപ്പാടം വാൽവ് അവിടെ കിഴക്കിക്കോടൽ പമ്പ് ഹൗസിൽ കുറച്ചങ്ങോട്ട് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അവിടെയുള്ള ഈ മാങ്ങുറ്റിപ്പാടത്തേക്ക് പോകുന്ന വാൽവ് ഉണ്ടല്ലോ, ആ വാൽവിന്റെ ഉള്ളിൽ മുഴുവൻ കല്ലും മണ്ണും ഇട്ടേക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മാഡത്തിനോട് പറഞ്ഞു, ഞാൻ ലിഷോട് പറഞ്ഞു അതൊന്നും തുറക്ക്. അപ്പൊ പറഞ്ഞു അയ്യോ അതിൽ കുറച്ച് കല്ലും. ആമ്പല്ലൂർ വെണ്ടൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. വെണ്ടൂർ ESI ആശുപത്രിക്ക് സമീപമുണ്ടായ അപകടത്തിൽ യുവാവിന് സാരമായി പരിക്കേറ്റു. തലയ്ക്ക് പരിക്കേറ്റ പാലക്കപ്പറമ്പ് സ്വദേശി അർജുനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. ആമ്പല്ലൂർ ഭാഗത്തു നിന്നും വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും സ്കൂട്ടറുമാണ് വെണ്ടൂർ ESI ആശുപത്രിക്ക് സമീപം വെച്ച് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് ഓടിച്ചിരുന്ന പാലക്കപ്പറമ്പ് സ്വദേശി അർജുന്റെ തലയ്ക്കാണ് പരുക്കേറ്റത്. ഉടൻ തന്നെ ഇദ്ദേഹത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരുക്കുകൾ സാരമുള്ളതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്കൂട്ടർ ഓടിച്ചിരുന്ന അടിയാറ സാവിയോയ്ക്കും അപകടത്തിൽ പരുക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പരുക്ക് സാരമുള്ളതല്ല. സാവിയോ ഇപ്പോൾ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പരാതികൾക്കും അപാകതകൾക്കും അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജോയിന്റ് കൌൺസിലിന്റെ പ്രതിഷേധ മാർച്ച് സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ VV ഹാപ്പി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് TG സുബിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P ധനുഷ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R ഹരീഷ് കുമാർ, VJ മേളി, സംസ്ഥാന കമ്മിറ്റി അംഗം AM നൌഷാദി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ CV ശ്രീനിവാസൻ, TG വിജിമോൾ, സായുജ് കൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV പ്രസാദ്, വനിതാ കമ്മിറ്റി സെക്രട്ടറി PN നിത, പ്രസിഡന്റ് കവിത വേണുഗോപാൽ, അയ്യന്തോൾ മേഖലാ സെക്രട്ടറി നിതിൻ O ചന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ജില്ലയിലെ 11 മേഖലകളിൽ നിന്നായി 300ഓളം ജീവനക്കാരാണ് മാർച്ചിൽ അണിനിരന്നത്.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വരന്തരപ്പള്ളി യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഡേവിസ് വില്ലടത്തുകാരൻ അധ്യക്ഷനായി. വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രതിസന്ധികളെക്കുറിച്ചും സംഘടനയുടെ വരുംകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റും യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റുമായ പ്രതീഷ് പോൾ കുന്നിക്കുരുവിൽ, ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജകമണ്ഡലം ചെയർമാനുമായ സെബാസ്റ്റ്യൻ മന്നളി, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും നിയോജകമണ്ഡലം ജനറൽ കൺവീനറുമായ PG രഞ്ജിമോൻ എന്നിവർ പ്രസംഗിച്ചു. പൊതുയോഗത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഉച്ചയ്ക്ക് 2 മണിവരെ അടച്ചിട്ട് വ്യാപാരികൾ യോഗത്തിൽ പങ്കെടുത്തു. വരും വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ വെച്ച് തിരഞ്ഞെടുത്തു. 2026 ICSE ISC പരീക്ഷകളിൽ ഉജ്ജ്വല നേട്ടവുമായി പുതുക്കാട് മേരിമാത സ്കൂൾ. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 100% വിജയം കൈവരിച്ചാണ് സ്കൂൾ വീണ്ടും വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അതുൽ കൃഷ്ണ 1ാം സ്ഥാനം കരസ്ഥമാക്കി. HL മരിയ 2ാം സ്ഥാനവും ജോയൽ ഫ്രാൻസിസ് 3ാം സ്ഥാനവും നേടി സ്കൂളിന്റെ അഭിമാനമായി മാറി. 10ാം ക്ലാസ്സിൽ അൽവിയ പി സോവിയറ്റ് 1ാം റാങ്ക് നേടി. ജോസാനിയൽ 2ാം സ്ഥാനവും ഏഞ്ചലിൻ മരിയ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും മികച്ച ഗ്രേഡുകളോടെയാണ് വിജയിച്ചത്. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും അധ്യാപകരുടെ ചിട്ടയായ പരിശീലനവും മാനേജ്മെന്റിന്റെ പിന്തുണയുമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജ്മെന്റും PTA-യും ചേർന്ന് അഭിനന്ദിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഊട്ടുതിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലദീന, നൊവേന, തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവെക്കൽ, നേർച്ച പായസം വെഞ്ചരിപ്പ്. ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നേർച്ച ഊട്ട് വെഞ്ചരിപ്പ്. 10:30 ഫാദർ അനൂപ് പാട്ടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാട്ടുകുർബാന, ഫാദർ ലിജോ കരുത്തിയുടെ സന്ദേശം. ഉച്ചകഴിഞ്ഞ് 4 വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവയുണ്ടാകും. 20,000-ഓളം പേർക്കാണ് ഇത്തവണ നേർച്ചയോട്ട് ഒരുക്കുന്നത്. മുണ്ടിത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി ഇത്തവണത്തെ തിരുനാളിന് കരിമരുന്ന് പ്രയോഗം പൂർണ്ണമായും ഉപേക്ഷിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ വിക്ടർ തൊമ്മാന, ജനറൽ വിജോയ് കുറ്റിക്കാടൻ, കൈക്കാരന്മാരായ ജെയിംസ് കുറ്റിക്കാടൻ, ആൻഡോ ചിതലൻ, പബ്ലിസിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ലിസൺ വടക്കേ പീടിക എന്നിവർ പങ്കെടുത്തു. കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നേഹ സംഗമത്തിന്റെ വേദി കൂടിയാണ്. കാരണം എല്ലാവരും ദേവാലയ അങ്കണത്തിലേക്ക് വരുന്നു, ഒരുമിച്ച് വളരെ സ്നേഹത്തോടു കൂടി നേർച്ച ഭക്ഷണം ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ യൗസേപ്പ് പിതാവിന്റെ അനുഗ്രഹദായകമായ നേർച്ച പായസം ഊട്ടുതിരുനാൾ ഈ വരുന്ന മെയ് മാസം 3-ാം തീയതി നടക്കുകയാണല്ലോ. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു ഉത്സവമാണ്. എല്ലാവർക്കും ആശംസകൾ നൽകുന്നതോടൊപ്പം തന്നെ ഈ ഊട്ടുതിരുനാളിലേക്ക് സ്വാഗതം പറയുന്നു. എന്ന് പറയേണ്ട കാര്യം എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് വളരെ സാഹോദര്യത്തിൽ നടത്തുന്ന ഒരു തിരുനാളാണ്. അതിന് എല്ലാവരുടെയും സഹകരണവും ഉണ്ടാവുന്നുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വൻ വർധനവ്. പവൻ വില 1,12,000 രൂപയായി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 തവണയായി ഗ്രാമിന് 210 രൂപ വർദ്ധിച്ചു. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തും സ്വർണ്ണവില കുതിച്ചുയരുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വ്യാഴാഴ്ച അപ്രതീക്ഷിത കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് ശേഷം 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 130 രൂപയാണ് ഉയർന്നത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,11,520 രൂപയിലെത്തി. വൈകിട്ട് ഗ്രാമിന് വീണ്ടും 600 രൂപ ഉയർന്നു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 14,000 രൂപയും പവന് 12,000 രൂപയിലുമെത്തി. ഓൾ കേരള ഗോൾഡ് മെർച്ചന്റ് അസോസിയേഷനാണ് പുതുക്കിയ വില പുറത്തുവിട്ടത്. രാവിലെ വ്യാപാരം ആരംഭിക്കുമ്പോൾ 1 പവൻ സ്വർണത്തിന് 1,16,480 രൂപയായിരുന്നു വില. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വില കുത്തനെ ഉയരുകയായിരുന്നു. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വില ഏപ്രിൽ 19 അക്ഷയ തൃതീയ ദിനത്തിലായിരുന്നു. അന്ന് പവന് 1,14,240 രൂപ വരെ എത്തിയിരുന്നു. അതിനുശേഷമുള്ള പ്രധാന വർധനവാണ് വ്യാഴാഴ്ച ഉണ്ടായിരിക്കുന്നത്. വിവാഹ സീസൺ അടുത്തുവരുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയിലുണ്ടാകുന്ന ഈ വർധനവ് സാധാരണക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും വിലയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ.
സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. ചൂടിന് നേരിയ ആശ്വാസമായെങ്കിലും വിവിധയിടങ്ങളിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ വ്യാഴാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന പ്രവചനത്തിന് പിന്നാലെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മെയ് 2 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. മഴ ലഭിച്ചു തുടങ്ങിയതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന കടുത്ത ചൂടിന് നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. വ്യാപാര സ്ഥാപനങ്ങളുടെ മേൽക്കൂരകൾ കാറ്റിൽ പറന്നുപോയി. മലയോര മേഖലകളിൽ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുള്ളതിനാൽ മലയോര മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പമാശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതോടെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. കടുത്ത ചൂടിൽ വെന്തുരുകിയ കേരളത്തിന് ആശ്വാസമായി മഴയെത്തിയതോടെ വൈദ്യുതി പ്രതിസന്ധിക്കും താൽക്കാലിക ശമനം. ബുധനാഴ്ച സംസ്ഥാനത്ത് ഒരിടത്തും വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നില്ലെന്ന് KCB അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പീക്ക് അവറിൽ ഏർപ്പെടുത്തിയിരുന്ന ലോഡ് ഷെഡിംഗ് ആണ് ഇതോടെ ഒഴിവായത്. പ്രകൃതി ചതിച്ചതിനാലാണ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വന്നതെന്നായിരുന്നു വൈദ്യുതി മന്ത്രിയുടെ വിശദീകരണം. എന്നാൽ 10 വർഷത്തെ വികസന അവകാശവാദങ്ങളുടെ ഫ്യൂസ് ഊരിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം പ്രഖ്യാപിച്ചത്. പ്രസരണ ശൃംഖലയുടെ സുരക്ഷ മുൻനിർത്തി നിയന്ത്രണം അനിവാര്യമാണെന്ന് ഊർജ്ജ സെക്രട്ടറി പങ്കെടുത്ത യോഗം വിലയിരുത്തിയിരുന്നു. നിലവിൽ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞതും കൂടംകുളം നിലയത്തിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി ലഭിച്ചു തുടങ്ങിയതും KCBക്ക് ആശ്വാസമായിട്ടുണ്ട്. അതേസമയം ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പിന്നിൽ ഡാം മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന ആരോപണവും ശക്തമാണ്. കഴിഞ്ഞ 3 വർഷവും ഡാമുകളിൽ ഉയർന്ന തോതിൽ വെള്ളമെത്തിയിട്ടും അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ KCB പരാജയപ്പെട്ടെന്നാണ് സൂചന. വരും ദിവസങ്ങളിലും മഴ തുടർന്നാൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഭക്ഷ്യവിപണിയിലെ പ്രമുഖ ബ്രാൻഡായ OSCO ഫുഡ്സിന്റെ ഏറ്റവും പുതിയ ഫ്രാഞ്ചൈസി ഷോറൂം പുതുക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു. SP അസോസിയേറ്റ്സിന്റെ കീഴിലുള്ള OSCO സൂപ്പർ ഷോപ്പി മെയ് 1 വെള്ളിയാഴ്ചയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മയുമായി എത്തുന്ന OSCOയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇനി പുതുക്കാട്ടുകാർക്കും ലഭ്യമാകും. വിശ്വസ്തമായ ഭക്ഷണ രുചികളുടെ ലോകം ഇനി പുതുക്കാട്ടേക്കും. വിപണിയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച OSCO ഫുഡ്സ് തങ്ങളുടെ വിപുലീകരണത്തിന്റെ ഭാഗമായാണ് പുതുക്കാട് ബസാർ റോഡിൽ പുതിയ സൂപ്പർ ഷോപ്പി ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റ് പ്രസിഡന്റ് NR ജോഷി ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 2ാം വാർഡ് മെമ്പറുമായ ജോളി ചുക്കിരി ചടങ്ങിൽ ഭദ്രദീപം തെളിയിക്കും. വിവിധ ഇനം മസാലക്കൂട്ടുകൾ, റൈസ് പൗഡറുകൾ, ആരോഗ്യപ്രദമായ മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫ്രൈഡ് ചിക്കൻ മസാല, തന്തൂരി ടിക്ക, ചിക്കൻ 65, ഗ്രിൽഡ് ചിക്കൻ മസാല എന്നിവയ്ക്ക് പുറമെ അൽഫാം മസാല, മന്തി മസാല തുടങ്ങിയ സ്പെഷ്യൽ മസാലകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ വൈവിധ്യമാർന്ന മീറ്റ്, പോർക്ക് മസാലകളും ഇഡ്ഡലി, പുട്ട് പൊടികളും മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള OSCO ഫുഡ്സിന്റെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഇടനിലക്കാരില്ലാതെ നേരിട്ട് വാങ്ങാമെന്നതാണ് ഈ സൂപ്പർ ഷോപ്പിയുടെ പ്രത്യേകത. പുതുക്കാട് പോസ്റ്റ് ഓഫീസിനു സമീപം ബസാർ റോഡിലാണ് ഈ പുതിയ സംരംഭം പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. OSCO സൂപ്പർ ഷോപ്പി, പോസ്റ്റ് ഓഫീസിനു സമീപം, ബസാർ റോഡ്, പുതുക്കാട്. ഫോൺ 6230407945 8075348727. കാലാവസ്ഥ. കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹ്രസ്വകാല പരിശീലന കോഴ്സുകൾ ആരംഭിക്കുന്നു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൂത്തോളിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്
വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ അന്വേഷിക്കുന്നവർക്കുമായി ഹ്രസ്വകാല പരിശീലന കോഴ്സുകൾ ആരംഭിക്കുന്നു. മെയ് മാസത്തിലാണ് പരിശീലനം നടക്കുക. ബേക്കറി ആൻഡ് കൺഫെക്ഷനറി, കുക്കറി, ഫുഡ് പ്രിസർവേഷൻ, കറി പൗഡർ, മസാല നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ 5 ദിവസം വീതമാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 2384 253 9447610223. പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 വിവിധ അധ്യയന വർഷത്തിൽ വിവിധ ക്ലാസുകളിലേക്കുള്ള ഒഴിവുകളിൽ പ്രവേശന പരീക്ഷ നടത്തുന്നു. മെയ് 12 രാവിലെ 11 മണിക്ക് ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പരീക്ഷ. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയോ അതിൽ കുറവുള്ളതോ ആയ വിദ്യാർത്ഥിനികൾക്ക് പരീക്ഷ എഴുതാൻ നേരിട്ടെത്താം. ജാതി, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. 7ാം ക്ലാസ്സിലേക്ക് 3 ഒഴിവുകൾ, 10ാം ക്ലാസ്സിലേക്ക് 2 ഒഴിവുകൾ, +2വിലേക്ക് 6 ഒഴിവും ST 5, ജനറൽ 1 ഉണ്ട്. അടുത്ത അധ്യയന വർഷം അധികം ഒഴിവുകൾ ഉണ്ടായാൽ ഈ റാങ്ക് ലിസ്റ്റിലെ കുട്ടികളെയാണ് പരിഗണിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9495 133146. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,000 രൂപ, പവന് 1,12,000 രൂപ. ചിറ്റിശ്ശേരി ചക്കുംപീടിക ആന്റണി മകൻ കൊച്ചാപ്പു അന്തരിച്ചു. 81 വയസ്സ്. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ചിറ്റിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ. നന്ദിപുലം കവലക്കാട്ട് കുറിച്ചിപ്പറമ്പിൽ ലോന മകൻ ബെന്നി അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷൈനിയാണ് ഭാര്യ. സ്നേഹ, സൽമ, സോന എന്നിവർ മക്കളും റാണി തോമസ് എന്നിവർ മരുമക്കളുമാണ്. മണ്ണമ്പേട്ട കല്ലിങ്ങൽ തോമസ് മകൻ ഈനാശു അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേഴ്സിയാണ് ഭാര്യ. സ്മിത, സ്മിനി എന്നിവർ മക്കളും ഷിബു മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മറ്റത്തൂരിൽ കുടിവെള്ളത്തിനായി ജനപ്രതിനിധികൾ തെരുവിലേക്ക്. വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു. വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ ചർച്ചയായി. വരന്തരപ്പള്ളി വ്യാപാരി ഏകോപന സമിതി യൂണിറ്റ് സമ്മേളനം നടന്നു. ആമ്പല്ലൂർ വെണ്ടൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് പരിക്ക്. കൊടകരയിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച. 20,000 പേർക്ക് നേർച്ച ഊട്ടൊരുങ്ങുന്നു. വിവാഹ സീസണിൽ ആശങ്ക കൂട്ടി സ്വർണ്ണവില. പവന് വർദ്ധിച്ചത് 1,680 രൂപ. ഇരുട്ടിലാവില്ല കേരളം. വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. നിയന്ത്രണങ്ങൾ ഇനി വേണ്ടെന്ന് KECB. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.